ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള പോട്ടിലാട്ടുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് ചെറുതായിട്ടുള്ളൊരു കുപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള കുപ്പിയാണ് ഉള്ളത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതുപോലുള്ള നൂലാണ്. അപ്പോൾ നമ്മൾ ജൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ആർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുപ്പി മുഴുവനായിട്ട് ഈ ഒരു ജൂട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ പശയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ജൂട്ട് കുപ്പി മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ജൂട്ട് ഫാൻസികളിലും കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിന് വന്നിട്ട് ഒരു 20-25 രൂപയാണ് വരുന്നത്. ഇപ്പോൾ കുപ്പി മുഴുവനായിട്ടും നമ്മൾ ജൂട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ്ങിൻ്റെ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ലൈനിങ് തുണി ബാക്കിയൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ കോട്ടൻ്റെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ലൈനിങ്ങിന് വേണമെന്നില്ല, പക്ഷേ ലൈനിങ് വെച്ചിട്ട് നമുക്കിതൊരു ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ അടിച്ചതിന് ബാക്കി വരുന്ന ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവുമല്ലോ, അത് മാത്രം മതി കേട്ടോ ഇതൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബാക്കി വന്നിട്ടുള്ള ലൈനിങ്ങിൻ്റെ തുണിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഈ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ഇഞ്ച് നീളത്തിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ. നമുക്ക് വലിയ പൂവാണെന്നുണ്ടെങ്കിൽ വലുതാക്കി എടുക്കാം, ചെറുത് മതി എന്നുണ്ടെങ്കിൽ 4 ഇഞ്ചൊക്കെ മതിയാവും. നമുക്കിത് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. 2 മടക്കാക്കിയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ നടുഭാഗം ഒന്ന് മടക്കി കൊടുക്കുക, വീണ്ടും മടക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത് മടക്കുന്നത് ഒന്നുകൂടി ഒന്ന് കാണിക്കാം. ഈ ഒരു രീതിയിൽ മടക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പൂവിൻ്റെ പെറ്റൽസിൻ്റെ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ കത്രിക വെച്ചിട്ട് നേരിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 2 ലെയർ ആയിട്ടുള്ള ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ. ഇനി ഇത് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. ഒരു 6 എണ്ണമൊക്കെ മതിയാവും കേട്ടോ, അത്രയും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വൂളൻ നൂലാണ്. ഈ ഒരു വൂളൻ നൂല് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിന് സ്റ്റെമ്മ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുന്നതും ഈ ഒരു വൂളൻ നൂല് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പൂവിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം പോട്ടിൽ സ്റ്റെം ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൂളൻ ത്രെഡ് വെച്ചിട്ട് ആദ്യം ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. 2 ആക്കിയിട്ടാണ് കേട്ടോ ഇതൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് അളവെടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു സെയിം അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പോട്ടിൽ പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഫ്ലവർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് 2 ലെയറായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫ്ലവറിൻ്റെ പെറ്റൽ കൂടി നടുഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ പശ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബോട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ പശ അപ്ലൈ ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അതൊന്ന് നടുവിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തേത് ചെയ്യുമ്പം ഇതിലും ചെറുതാക്കിയിട്ട് താഴ്ഭാഗത്താക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വൂളൻ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ചെയ്ത പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക ബ്ലാക്ക്. അതിനുശേഷം നമ്മൾ പൂവ് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവർ ചെറുതാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ, ചെയ്ത് കഴിഞ്ഞ ഉടനെ എടുത്തിട്ടുള്ളതാണ്. വളരെ എളുപ്പമല്ലേ നമ്മുടെ ഈ ഒരു ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ടോ ബോട്ടിലാട്ടുമായിട്ടോ ഒക്കെ കാണാം. താങ്ക്